ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയമുറപ്പെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണെന്നും വി.ഡി. സതീശൻ പാലക്കാട് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമില്ലെന്നും DCCക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അധികാരമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എല്ലാവരുമായും ചർച്ച ചെയ്യും. വിജയസാധ്യതയുടെ എല്ലാ വശങ്ങളും പരിശോധിക്കും. CPMനോടും BJPയോടും ജനങ്ങൾക്ക് അകൽച്ചയുണ്ട്. സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ തീരുമാനിക്കേണ്ടത് താനല്ല, AICCയാണ് മാനദണ്ഡം തീരുമാനിക്കേണ്ടത്. ഉചിതമായ സ്ഥാനാർത്ഥിയെത്തും. വിജയമുറപ്പാണെന്നും നല്ല ഭൂരിപക്ഷം ലഭിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു തർക്കമില്ല. സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ കോൺഗ്രസിന് അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം കോൺഗ്രസിന് ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സമിതി കൂടി അതിൻ്റെ പ്രപ്പോസൽ AICC നേതൃത്വത്തിൽ കൊടുത്ത് അംഗീകാരമായി. തെരഞ്ഞെടുപ്പ് സമിതി അത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആലോചിക്കും. അതിനു മുമ്പ് ഒരു ബോഡി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരു ബോഡിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരു അധികാരവും ആർക്കുമില്ല. അതിനൊരു പ്രൊസീജിയറുണ്ട്. കോൺഗ്രസിൻ്റെ വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം തീരുമാനിക്കും. ഒരു തർക്കമില്ല. ആലോചിച്ചിട്ട് പോലുമില്ല സ്ഥാനാർത്ഥിയെക്കുറിച്ച്. ഇതെങ്ങനെ തർക്കം ഉണ്ടാവണം? അല്ല, അവരോടൊക്കെ ആലോചിക്കും. അല്ലാതെ അവരല്ല തീരുമാനിക്കുന്നത്. വേറെ സിസ്റ്റമാണ് പാർട്ടിയിൽ. അവർക്ക് അതിന് തീരുമാനിക്കാൻ എങ്ങനെ വേണമെന്ന് അവരുടെ അഭിപ്രായം പറയാം. അത് അവരോട് ആ സമയമാകുമ്പോൾ അവരോട് എല്ലാ അഭിപ്രായം ചോദിക്കും. അല്ല, അതൊക്കെ അപ്പം ഞാനല്ലല്ലോ മാനദണ്ഡം നിശ്ചയിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കാം. കൂട്ടായ തീരുമാനത്തിന്റെ ആലോചന വരും. എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ജയിക്കാൻ ആവശ്യമായ നല്ല സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാവും. UTV ന്യൂസ്, പാലക്കാട്.